ഹായ് ഹലോ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നും കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലേ ഓരോ ദിവസം ഓരോ അപ്ഡേറ്റ്സ് ആണ് സിനിമാക്കാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ആൻഡ് എന്നെ സംബന്ധിച്ചത് ഭയങ്കര സന്തോഷമാണ്. കാരണം സിനിമയിൽ അത്രയും സ്നേഹിക്കുന്ന ആളാണ്. ആൻഡ് ഓരോ സിനിമ എപ്പോഴാണ് ഇറങ്ങണം അതിന്റെ ഓരോ ഡീറ്റെയിൽസും ഞാൻ എന്താ പറയാ ഇങ്ങനെ നോക്കി കാണാറുണ്ട്. എന്തൊക്കെയാണുള്ളത് കാര്യങ്ങളൊക്കെ. ആൻഡ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ എത്രത്തോളം സ്നേഹിക്കണം അത്രത്തോളം ഈ വീഡിയോ കാണുന്ന ഒരു സിനിമയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഈ വീഡിയോ കാണണ്ടാവുക. അപ്പൊ നിങ്ങൾക്കും അത് അറിയണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്. എന്തായാലും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വേഗം അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. ദൃശ്യം 3 മൂവിയുടെ ഷൂട്ട് ഡിസംബർ ഫസ്റ്റ് വീക്കോടെ കഴിയും എന്നാണ് കേൾക്കണത്. ഇപ്പൊ റാപ്പപ്പ് ആവും എന്നാണ് കേൾക്കണത്. എന്താവും ആവോ. ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം സെക്കൻഡ് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റിന്റെ എങ്ങനെയായിരിക്കും സെക്കൻഡ്, കാരണം ഫസ്റ്റ് കൊണ്ട് നിർത്തിയ രീതിയും അതൊരു സ്റ്റാൻഡ് ലോൺ രീതിയിൽ മതി എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഇറങ്ങിയ സമയത്തും വലിയ ബുദ്ധിമുട്ടായൊന്നും തോന്നിയില്ല കേട്ടോ. ഫെയർ ആയിട്ടാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് തേർഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ പ്രഷറാണ്. അപ്പൊ ഡയറക്ടറിന് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. എന്നാലും ഒരു നോർമൽ ഓഡിയൻസ് എന്നുള്ള നിലയിൽ ആ സിനിമ അത്ര ഇഷ്ടപ്പെട്ട നിലയിൽ എനിക്ക് തേർഡ് ഇറങ്ങുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് അതേപോലെ പേടിയും രണ്ടും ഉണ്ട്. എന്തായാലും കാത്തിരിക്കാം സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ലോക ലോക ചാപ്റ്റർ 1 ചന്ദ്ര വലിയൊരു സക്സസ് ആയിരുന്നു. ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു. ആൻഡ് സിനിമ OTT റിലീസ് ചെയ്തു. പക്ഷെ ഇന്നലെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമ 75 ദിവസം തിയേറ്ററിൽ റൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും മേജർ സിറ്റീസിലൊക്കെ സിനിമ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ 75 ദിവസത്തെ പോസ്റ്റർ ഇറക്കി. എന്തായാലും അടിപൊളി അടിപൊളി പോസ്റ്റർ ആയിരുന്നു. എന്തായാലും ഉഷാറ്. ജെയ്സൺ സഞ്ജയ്, വിജയുടെ മോൻ സിനിമയിലേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് കുറെ റിപ്പോർട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ. ആൻഡ് ആള് ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ ടൈറ്റിൽ ഇന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ നെയിമാണ് സിഗ്മ. ആൻഡ് ഈ ഒരു സിനിമ എന്തിനെ ബേസ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്തൊക്കെയോ ഗാംബ്ലിങ് അതേപോലെ ഹേസ്റ്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ആൻഡ് അവര് ഏർലി 2026 പീരീഡിൽ റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. എന്തായാലും നോക്കാം. എന്തായാലും അതും എക്സൈറ്റഡ് ആണ്. കാരണം ആളുടെ ഫസ്റ്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ കാണാനുള്ളൊരു ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ കറുപ്പ്, സൂര്യനായകനായിട്ട് എത്തുന്ന കറുപ്പ് സിനിമയുടെ കുറച്ച് ഫൈനൽ ഷൂട്ട് ബാക്കി ഉണ്ടായിരുന്നു. പാച്ചപ്പ് വർക്ക്സും കാര്യങ്ങളും ബാക്കി ഉണ്ടായിരുന്നു. ആൻഡ് അത് ഷൂട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ദേ ആർ എയിമിംഗ് ഫോർ 2026 ജാനുവരി റിലീസ്. അതും ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ എന്റെ ടീസർ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഐ മീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നല്ല, എന്നാലും നല്ല ഒരു ഒരു രസമായി തോന്നിയായിരുന്നു. ആൻഡ് സൂര്യക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടുന്ന പടം ആവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ലാസ്റ്റ് വന്ന രണ്ട് സിനിമയും ലാസ്റ്റ് വന്ന കങ്കു ഒഴിച്ച് എന്താ പറയുക റെട്രോ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടമായിട്ടോ. അത് പലർക്കും ഇഷ്ടമായിട്ടില്ല. എന്തായാലും നല്ലൊരു സിനിമ ആവട്ടെ സൂര്യക്ക് എന്ന് പ്രാർത്ഥിക്കണം. എന്തായാലും കാണാം, വെയിറ്റ് ചെയ്യാം. ആൻഡ് വിജയ് സേതുപതി മൂവി ട്രെയിൻ, മിസ്കിൻ വിജയ് സേതുപതി കൂട്ടുകെട്ടിൽ വരുന്ന പുതിയ സിനിമയാണ് ട്രെയിൻ. ആൻഡ് ട്രെയിനിന്റെ റിലീസ് ഡേറ്റ് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 28th നവംബർ ആണ് അവര് പ്ലാൻ ചെയ്യണം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യും. എന്തായാലും ഇനീഷ്യൽ 28th ഡിസംബർ ആണ് പ്ലാൻ ചെയ്യണത് റിലീസിന് വേണ്ടിയിട്ട്. ആക്ച്വലി നവംബർ എന്ന് പറയുന്നത് ഭയങ്കര പീക്ക് മന്ത് ആണ്. കുറേ സിനിമകളുണ്ട്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇപ്പൊ നമുക്ക് എന്താ പറയാ വിലായത്ത് ബുദ്ധ, എക്കോ, പിന്നെ എന്താ പറയാ കളങ്കാവൽ റിലീസ് ഉണ്ട്. ആൻഡ് 14-ാം തീയതി വന്നിട്ട് നമ്മുടെ ദുൽഖറിന്റെ കാന്ത. അപ്പൊ ഒരുപാട് സിനിമകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഭയങ്കര എന്താ പറയാ എക്സൈറ്റഡും ഭയങ്കര എനർജറ്റിക്കും ആയിട്ട് ഇരിക്കുകയാണ് നവംബറിൽ. നെക്സ്റ്റ് വൺ ഈസ് കളങ്കാവൽ. കളങ്കാവലിന്റെ രണ്ട് അപ്ഡേറ്റ്സ് ഉണ്ട് ആക്ച്വലി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കളങ്കാവലിന്റെ ലിറിക്കൽ വീഡിയോ ഇറങ്ങാൻ പോവാണ്. ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയില്ല. മമ്മൂട്ടി കമ്പനി കുറച്ച് പ്രൊമോഷൻ പരിപാടിയൊക്കെ ഒന്നൊന്ന് ട്രാക്കിലാണ്. എന്താ വെച്ചാൽ കുറെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ലിറിക്കൽ വീഡിയോ നാളെ ഇറങ്ങാണ്. നാളെ 5 മണിക്കാണ് റിലീസ്. ആൻഡ് അതിന്റെ ടൈറ്റിൽ നെയിം എന്ന് പറഞ്ഞാൽ നിലാക്കായും എന്നാണ് ടൈറ്റിൽ നെയിം വന്നിട്ടുള്ളത്. എന്തായാലും അതും ഉഷാറാവട്ടെ. നാളെ വൈകിട്ട് 5 മണിക്ക് നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും അതില്. ലിറിക്കൽ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഗ്ലിംസും ഒക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും നോക്കാം, കാണാം. കളങ്കാവലിന്റെ വേറൊരു അപ്ഡേറ്റും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ മിസ് ഔട്ട് ആയി പോയി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർസീ റൈറ്റ് ബാഗ് ചെയ്തിട്ടുള്ള RF ടീം ഹംസിനി എന്റർടൈൻമെന്റ് ആണ്. ആൻഡ്
എക്സെപ്റ്റ് ഇന്ത്യ ആൻഡ് GCC എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യയിലും GCCയിലും വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. GCC ഐ ബിലീവ് ട്രൂത്ത് ഗ്ലോബൽ, ഇന്ത്യയിൽ നോർത്തില് AP ഇന്റർനാഷണലും, സൗത്തിൽ നമ്മളെ കേരളത്തില് എന്താ ദുൽഖർ സൽമാന്റെ വേഫെയർ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. ആൻഡ് സിംഗപ്പൂർ, ഓസ്ട്രേലിയ വന്നിട്ട് ഹോംസ് എന്റർടൈൻമെന്റ് ആണ് റിലീസ് ചെയ്യാൻ പോണത്. ഈ ഹംസിനിയുടെ ലേറ്റസ്റ്റ് ഇപ്പൊ വന്ന UK വന്ന സിനിമയായിരുന്നു, ഹംസിനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമയായിരുന്നു കൂലി. അപ്പൊ ഒരു ഗ്രാൻഡ് പരിപാടീസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഇതിനും കളങ്കാവലിനും നമുക്ക് ഫാൻസ് ഗ്രൂപ്പിലൊക്കെ ഫാൻ ഷോന്റെ കാര്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഫാൻ ഷോയും കാര്യങ്ങളും ഉണ്ടാവും വിചാരിക്കണം. കളങ്കാവൽ ഒരു വൈഡ് റിലീസ് ആയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. മമിത ബൈജു, അതേപോലെ പ്രദീപ് രംഗനാഥൻ ഒരു പേരിൽ വന്ന സിനിമയായിരുന്നു ഡ്യൂഡ്. ആ പാട്ടൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ആൻഡ് സിനിമ OTTയിൽ റിലീസ് ചെയ്യാൻ പോവാണ്. 14th റിലീസ് ചെയ്യണത്. ആൻഡ് നെറ്റ്ഫ്ലിക്സ് ആണ് റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. അപ്പൊ തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആൾക്കാർ 14th വെയിറ്റ് ചെയ്യുക. 14th സിനിമ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കംഫർട്ടിൽ നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ OTTയിൽ റിലീസ് ചെയ്യാൻ പോവാണ്. വേറൊരു ഒരു ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അപ്ഡേറ്റ് ആയിട്ട് കൂട്ടാം. അതേപോലെ തന്നെ എന്റെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യണത്. ഇപ്പൊ കാന്തയുടെ പ്രൊമോഷൻ ഭാഗമായിട്ട് ദുൽഖറും അതേപോലെ റാണയും കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ ഒരു ദുൽഖർ റാണ പെയർ. അവരുടെ ഇന്റർവ്യൂസും ഭയങ്കര രസമാണ് കേൾക്കാനും, അതുപോലെ കണ്ടിരിക്കാനും നല്ല എന്താ പറയാ രസമായിട്ട് തോന്നി. ആൻഡ് അതിൽ ദുൽഖർ ആണെങ്കിൽ ഇപ്പൊ കാന്തയുടെ കൂടെ തന്നെ അയാം ഗെയിമും നല്ല രീതിയിലാണ് ഹൈപ്പ് ചെയ്യണത്. പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വരുമ്പോഴും ഇവന്റ്സിന് വരുമ്പോഴും ഒക്കെ ദുൽഖർ എന്താ പറയണ്ട, ഈ സൗണ്ട് പോയത് അയാം ഗെയിമിൽ കുറെ അലറാനും അതേപോലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഫാൻസിന് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരുപാട് കാര്യങ്ങളാണ് അന്ന് കിട്ടണത്. കാരണം അയാം ഗെയിമിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോ അയാം ഗെയിം ഒരു പവർ പാക്ഡ് സിനിമയാണ്. ആൻഡ് ഇന്നലെ എന്താ പറയാ ഒരു തമിഴ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് അതില് ദുൽഖർ പറഞ്ഞിരുന്നു ഇതൊരു പീരിയഡ് സിനിമയല്ല, ഇതില് ആളുടെ ക്യാരക്ടറിനെ പറ്റിയ ഒരു ചെറിയൊരു റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ക്യാരക്ടർ കൂളായിട്ടുള്ള, അതുപോലെ ഒരു ചില്ലായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂല്. ആൻഡ് അഗെയിൻ കാന്തേനെക്കാളും കൂടുതൽ അയം ഗെയിമിലേക്കാണ് ഫോക്കസ് പോണത്. ഞാനിപ്പം അയം ഗെയിമിന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇനിയിപ്പോ സമ്മർ 2026, സമ്മർ ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാം ഉഷാറാവട്ടെ, എല്ലാ പരിപാടിയും അടിപൊളിയാവട്ടെ. ആൻഡ് അതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളെ കുറച്ച് കുഞ്ഞ് അപ്ഡേറ്റ്സ്. ആൻഡ് ഇനി അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം ഞാൻ ഒറ്റ വീഡിയോയിൽ പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിർത്തുന്നത്. ആൻഡ് അടുത്തതായിട്ട് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സിനിമകളും അതേപോലെ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ റിവ്യൂസ് അതേപോലെ അപ്ഡേറ്റ്സ് വരുമ്പോൾ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഷെയർ ചെയ്യുക, റിയാക്ഷൻസ് കാര്യങ്ങൾ, ഈ ഒരു സെക്ടർ മാത്രമേ കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഗൈൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തതായി ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.